താങ്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുപോലെ യോജിക്കുന്ന ഒരു കാര്യമാണ്. ചാനലുകൾക്ക് അവരുടെ രാഷ്ട്രീയ നയങ്ങളുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്, അവതാരകർക്കുണ്ട്. അതിനനുസരിച്ചാണ് നിശ്ചയിക്കുന്നത്. ഇത് അല്ല, അങ്ങയോട് ഞാൻ ഒരു കാര്യം പറയും. എന്റെ ഉത്തമ വിശ്വാസത്തിൽ ഞാൻ അങ്ങോട്ട് പറയാൻ പറ്റൂ. അതായത് നമ്മളൊരു രാഷ്ട്രീയ നിലപാട് എടുക്കാറില്ല ചാനൽ. അവതാരകർക്ക് ചിലപ്പോൾ അവരുടെ താല്പര്യത്തിനും ചിലപ്പോൾ ചില റിഫ്ലക്ഷൻസ് വന്നു കാണും, അതുണ്ടാവാം. പക്ഷെ ചാനലിന്റെ രാഷ്ട്രീയ കാര്യത്തിൽ, അതായത് ഇന്നിപ്പോ ഒരു അവതാരകൻ പറയുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് നേരെ കൗണ്ടർ പിറ്റേന്ന് വരുന്നെങ്കിൽ അത് ആ ചാനൽ രാഷ്ട്രീയം ഇല്ലെന്നല്ലേ അതിന്റെ തെളിവ്? ഇല്ല, നമ്മൾ ജനറലായിട്ട്. പിന്നെ എനിക്ക് താങ്കളോട് പറയുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു ചെറിയ റിക്വസ്റ്റാ. താങ്കൾ ഈ BJP-യുടെ കണ്ണിലൂടെ മാത്രം കാര്യങ്ങളെ കാണരുത്. താങ്കൾക്ക് അസുഖമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വാസ്തവത്തില് കഴിഞ്ഞ ആ ശബ്ദത്തിന്റെ ഒരു പ്രശ്നം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങള് പിന്നെ ഒരു മാസം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സുനിലും ചിന്തയും ഇങ്ങനെ ടെൻഷനായി. കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദിയെയും സർക്കാരിനെയും വേട്ടയാടുമ്പോ ഒരു കൈയടിക്കായിരുന്നു. നിലപാടെടുക്കുമ്പോൾ നിലപാട് എല്ലാവർക്കും ബാധകമാവണം. നമുക്ക് അനുഭവം, നമുക്ക് നല്ലതുപോലെ ഇതാണ് സമീപനം. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താ വെച്ചാൽ ഈ നരേന്ദ്രമോദി സർക്കാരിനെ സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാരല്ലേ ആളുകൾ മുഴുവൻ വേട്ടയാടിക്കൊണ്ട്? ഒന്നല്ല, ഒരു മിനിറ്റ്, 10 വർഷമായിട്ട് മോദി വേട്ടയാടുമ്പോ 10 വർഷമായിട്ട് മോദി സർക്കാരിനെ വേട്ടയാടുമ്പോ കൈയടിച്ചവരെ ഇവര് ഒരു മാസമായിട്ടുള്ളൂ. മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും കുറവുള്ള രാജ്യം ഇന്ത്യയാണ്. മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിലൊന്നും എസ്കെക്ക് പോലും ഗോപാലകൃഷ്ണൻ സാറിനെ പേടിയാ. കാരണം ED വരുമോ എന്ന്, എന്തെങ്കിലും വന്നാൽ ED വരുമോ എന്ന് പേടിക്കും. ഞാൻ ഗോപാലകൃഷ്ണൻ അധ്യാപകരാന്നുള്ള എല്ലാവരും പേടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.